സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ കെ ടി ജലീലിന് മുഴുഭ്രാന്തായി. നേരത്തെ ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിനെ കുതിരവട്ടത്താണോ കൊണ്ടുപോകാനുള്ളത്, വേറെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലാണോ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് തീരുമാനിക്കണം മാർക്സിസ്റ്റുകാർ. കാരണം മുസ്ലിം ലീഗുകാരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും മുസ്ലിം സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുകയാണ് ജലീലിന് ഇപ്പോഴത്തെ പണി അതാണ്. മാർക്സിസ്റ്റുകാർ കൊടുത്തിരിക്കുകയാണ്, ഈ പണി കൊടുത്തിരിക്കുകയാണ്. ജലീലെ എങ്ങനെയായിരുന്നാലും ഇലക്ഷന് മുമ്പായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ എങ്ങനെ മുസ്ലിം ലീഗിനെ അതിന്റെ നേതാക്കന്മാരെ താറടിക്കാൻ നോക്കും, ആ രീതിയിൽ താറടിച്ചോ, നിനക്ക് അടുത്തതിനെ ജയിപ്പിക്കാൻ നിന്നെ മന്ത്രിയാക്കാമെന്നായിരിക്കും വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ശരി, അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ ഒക്കില്ല. 10 വർഷമായിട്ട് അധികാരമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗുകാർ ഭയങ്കരമായ പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത്. അതായത് ജലീൽ കുറച്ചു നാൾ മന്ത്രിയായിരുന്നു. തൂക്കിയെടുത്ത് അഴിമതിയും പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള പരിപാടിയിലും സ്വർണ്ണക്കടത്തിലും ഖുർആൻ കടത്തിലും എല്ലാത്തിലും കൂടെ ആയിട്ട് കുറ്റവാളിയായി ജനങ്ങളുടെ മുമ്പിൽ ഇളിഭ്യനായി അവഹേളിക്കപ്പെട്ട് അവനെ എടുത്ത് പുറത്താക്കി. അപ്പോ അത് കുറച്ചു നാൾ അങ്ങനെ സഹിച്ച് ക്ഷമിച്ചിരുന്നു. വീണ്ടും പിണറായി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഹാലിളവിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് മന്ത്രിയാവണം, മന്ത്രി അല്ലാത്ത യാതൊരു പണിയും ഞാൻ ചെയ്യില്ല, MLA മാത്രം ആയാൽ പോരാ. അതിന് മുസ്ലിം ലീഗുകാരെ മുസ്ലിം നേതാക്കന്മാരെയാണ് ജലീലിനെ കുറ്റം പറയാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ഏത് മുന്നണിയിലാണ് ഇരിക്കുന്നത്? ഈ LDFിൽ ഇരിക്കുന്നത്. നീ 1ാം ക്ലാസ് മാർക്സിസ്റ്റുകാരനാണ്. കാരണം നിന്റെ പ്രവർത്തിയൊക്കെ മാർക്സിസ്റ്റ് തന്നെ. നീ എങ്ങനെയാണ് നേതാവായത്? മുസ്ലിം ലീഗിൽ ഒന്ന് നേതാവായി. അങ്ങനെ പലരും ഉണ്ട്. മുസ്ലിം ലീഗിന്റെ എച്ചിലും അതും ഇതും തിന്നിട്ട് തടിച്ച് കൊഴുത്ത് വളർന്നതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗിനെയും പിന്നെ അതിന്റെ നേതാക്കന്മാരെയും പാണക്കാട് തങ്ങളന്മാരെയും കുറ്റം പറഞ്ഞാൽ നിന്നെ കുറച്ച് RSSകാരും കുറെ സംഘപരിവാറുമാരും ഒക്കെ ശ്രദ്ധിക്കും. കുറച്ച് മാർക്സിസ്റ്റുകാർ, അതായത് ദൈവവിശ്വാസികൾ അല്ലാത്ത കുറച്ച് മാർക്സിസ്റ്റുകാരും നിന്നെ പൊക്കിക്കൊണ്ട് നടക്കും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ യഥാർത്ഥത്തിൽ നീ തന്തയ്ക്ക് പിറന്നവനാണോ? കാരണം നേരത്തെ ഒരാളുണ്ടായിരുന്നു, കാലിക്കട്ട് വൈസ് ചാൻസലർ അബ്ദുസലാം. ആ തെണ്ടിന്നേ ഞാൻ പറയുള്ളൂ. കാരണം മുസ്ലിം ലീഗിന്റെ ലേബലില് അതിന്റെ ബാനറിലാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയത്. എന്നിട്ട് അയാളെ തണ്ടിക്കൂട്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അയാൾ BJPയിൽ പോയി. സംഘപരിവാറുകാരന്റെ അജണ്ട എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൂടെ? മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യുക. ഇനിയിപ്പോ കെ ടി ജലീൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടി പോയി. ഇനി അടുത്തത് നോക്കി ഇരിക്കുകയാണ്. മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗുകാരുടെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം മത നേതാക്കന്മാരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ BJPയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടും. അബ്ദുള്ള കുട്ടി പോയില്ലേ? അതുപോലെ ചിലപ്പോ ദേശീയ വൈസ് പ്രസിഡന്റോ ദേശീയ മുസ്ലിമോ ഒക്കെ ആവാം, ചിലപ്പോ ഗവർണർ ആവാം. അതിനു വേണ്ടിയുള്ള ട്രയലാണ് ഇപ്പോ കെ ടി ജലീൽ ചെയ്യുന്നത്. തെണ്ടിത്തരം, അതായത് വിഡ്ഢിത്തരം പറയുന്ന. നിനക്കെന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടാ? എത്രയോ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അവരൊക്കെ വഴിപിടിച്ചു പോകുന്നില്ലേ? അതുപോലെ ആ കൂട്ടത്തിലേ ഉള്ളു നീ. ഇപ്പൊ നിനക്ക് മുസ്ലിം ലീഗുകാർ ആ ബിസിനസ് തുടങ്ങുന്നു, ഈ ബിസിനസ് തുടങ്ങുന്നു, മുസ്ലിം ലീഗുകാർ മുസ്ലിങ്ങളെ പറ്റിക്കുന്നു. അതിന് നിനക്കെന്ത്? നിന്റെ അടുത്ത് ആരാണ് വന്ന് പരാതി പറഞ്ഞത്? നിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞ? ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഒക്കെ ആളുകൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇത്രയും വിവരമില്ലാത്ത നീ, അതായത് ഗൾഫിൽ പോകുന്നത് എപ്പോഴാണ്? 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അത് ബാല്യമാണ്. നിനക്ക് ഇത്ര വിവരമില്ലാത്തത്? നീ എന്ത് ഡോക്ടറാണ്? നീ എന്തിനാണ് ഡോക്ടറേറ്റ് നേടിയത്? ഡോക്ടർ കെ ടി ജലീൽ, നീ എന്താണ്? നീ കുറച്ചാൾ മന്ത്രിയായിട്ടിരുന്നവനല്ലേ? നിനക്കത് പോരെ? ഇനി നീ ഒന്ന് അടങ്ങിയിരിക്ക്. നിനക്ക് എപ്പോഴും കുഴിയിൽ പട്ടട കൊണ്ട് വെക്കുന്നത് വരെ നിനക്ക് മന്ത്രിയായിട്ടിരിക്കണോ? എന്താണ് നിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ നീ ആളുകളെയൊക്കെ കുറ്റം പറയൂ? നിന്റെ മന്ത്രിസ്ഥാനം പോയാന് നീയാണ് കുറ്റക്കാരൻ. നീ സ്വപ്ന സുരേഷുമായിട്ട് സൊള്ളിയതും, നീ പിന്നെ സ്വപ്ന സുരേഷിന്റെ ലോഡ്ജിലത്തേക്ക് വിളിച്ചതും, രാത്രി എത്ര മണിക്ക് വിളിച്ചതും ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അപ്പൊ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിന്റെ മന്ത്രിസ്ഥാനം പോയത്. അതിന് മുസ്ലിം ലീഗുകാരെയും മുസ്ലിം നേതാക്കന്മാരെയും പാണക്കാട് തങ്ങളന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും ശരി, നിന്റെ ജീവിതകാലത്ത് നീ നന്നാവില്ല. നിന്നെ മുസ്ലിം ലീഗിൽ എന്തായാലും തിരിച്ചെടുക്കില്ല, അത് ഉറപ്പാണ്. അത് ഞാൻ തന്നെ ഉറപ്പ് പറയാം. അപ്പൊ നിനക്ക് ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് BJPയിലാണ്. BJPയിലെത്തേക്ക് എത്രയും പെട്ടെന്ന് നീ ചേക്കേറുക. നിനക്ക് ചിലപ്പോ ഗവർണർ സ്ഥാനോ, പത്മജ പോയില്ലേ, നല്ല ആഹാരം എത്രയോ നാള് കഴിച്ച് കരുണാകരന്റെ മകളായിട്ട് നടന്ന് അവസാനം കുറച്ച് ചാണകം തിന്നാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പൊ അത് നീയും അതുപോലെ പൊയ്ക്കോ. നീ നല്ലതെന്ന് പറയുന്നത് അതാണ്.
അപ്പൊ BJP-ക്കാരായിട്ട് ബന്ധപ്പെട്ട നിനക്ക് ഇനിയിപ്പോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓഫറുകൾ വരും. അപ്പൊ നിനക്ക് അതാണ് നല്ലത്. നീ ഈ പിന്നെ വെറുതെ വിടുവായിത്തരം പറയരുത്. അത് ആണുങ്ങൾക്ക് ഭൂഷണമല്ല. ആണായിട്ട് നടക്കുന്നേ. നീ കുറച്ചുനാൾ മന്ത്രിയായി, MLA ആയി, പിന്നെ നീ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആയിരുന്നാലും മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാവായിട്ട് നടന്ന് നീ ഒന്നും അല്ലെങ്കിൽ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ലല്ലേ? നിനക്ക് ഈ പരദൂഷണം പറയാൻ കൊള്ളാമോ? ഇതൊക്കെ ഒരു മുസ്ലിമിന് യോജിച്ചതാ? ഇത്രയും വൃത്തികെട്ട മനസ്സ് ഉള്ള നീ എന്താണ്, എങ്ങനെ നീ മുസ്ലിമായി? നിനക്ക് വേറെ ഈ മുസ്ലിങ്ങളെ നേതാക്കന്മാരെ പാണക്കാട് തങ്ങളന്മാരെ ആക്ഷേപിക്കുന്നതല്ല. നീ വേറെ പിണറായി വിജയന്റെ മകളെ, മരുമകനെ, അല്ലെങ്കിൽ ആ LDF-ലുള്ള വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ നിനക്ക് വിമർശിക്കാൻ നോക്കൂ. എന്തെല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും ഏതെല്ലാം രീതിയിൽ ക്രമക്കേടിൽ അവർ പൈസ ഉണ്ടാക്കുന്നത്. സ്വർണ്ണക്കടത്തായിരുന്നാലും സ്വർണ്ണ ഉരുളിയായിരുന്നാലും ഏതിലെല്ലാം അവര് പിന്നെ ഇതെന്തെല്ലാം ചെയ്യുന്നത്. അതിനെപ്പറ്റി നിനക്ക് വല്ല വിമർശിക്കാൻ നോക്കും? നിന്നെ കൊണ്ടൊക്കില്ല. അതിനുള്ള തൻ്റെ ഇടം നിനക്കില്ല. നീ ആണത്വം ഇല്ലാത്തവനാണ്. നീ ആണും പെണ്ണും കെട്ടവനാണ്. അപ്പൊ കൂടുതൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുസ്ലിം നേതാക്കന്മാരെ പറഞ്ഞ് നീ റോഡിൽ ഇറങ്ങി നടക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ട് സൂക്ഷിച്ച് നടന്നാൽ നിനക്ക് നല്ലതാണ്. അപ്പോ KT ജലീൽ പറയുന്നത്, തവനൂര് ഞാനൊരു ജയിലുണ്ടാക്കിയിട്ടുണ്ട്, അത് മുസ്ലിം ലീഗുകാരെ കിടത്താൻ വേണ്ടിയാണ്. തവനൂര് ജയിലുണ്ടാക്കിയത് ജലീലാണ്. ജലീലിന്റെ വീട്ടിലെ പൈസ എടുത്തേ, ജലീലിന്റെ വാപ്പ ഉണ്ടാക്കിയ പൈസ എടുത്താണ് അവിടെ ജയിലുണ്ടാക്കിയത്. എന്നിട്ട് മുസ്ലിം ലീഗുകാർ അവിടെ കിടത്തണം. നീ പറഞ്ഞതായിട്ട് ഞങ്ങളും അറിയുന്നുണ്ട്. പിണറായി മോളെ അടുത്തതിന് എനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ അവരെ ഇവിടെ കിടത്തും, തവനൂർ ജയിലിൽ കിടത്തും. അതായത് CPM-ന്റെ മുഖ്യമന്ത്രിയെയും മകളെയും നീ തവനൂർ ജയിലിൽ കിടത്തുമെന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇപ്പൊ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും കിടത്തുമെന്ന് പറയാം. ആദ്യം ആ ജയിലിൽ കിടക്കാൻ പോണ നീയാണ്. നീ ഓർത്തു വെച്ചോ. നീ ഓർത്തു വെച്ചോ ജലീലെ. നീ ആ തവനൂർ ജയിലിൽ ഒരു ദിവസമെങ്കിലും കിടന്നിട്ടേ മരിക്കുള്ളൂ. ഓക്കെ, ശരി, നമുക്ക് കാണാം.